നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പോൾ വിശേഷങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നേ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതിക്കുട്ടി കൊട്ടാരം മറ്റത്ത് ഷെറിനെ വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ഗ്രേസം ചോദിച്ചു, അല്ല നിനക്ക് നമ്പറും കാര്യങ്ങളൊക്കെ അറിയാവോ? പിന്നല്ലാതെ എനിക്ക് നമ്പരൊക്കെ ബൈഹാർട്ടാ എന്ന് പറഞ്ഞ് ഡയൽ ചെയ്തു. പക്ഷേ എങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്പർ നിലവിലില്ലെന്നാ പറയണേ. അപ്പോഴേക്കും അങ്ങോട്ടേക്കൊന്ന് മാമച്ചൻ ചോദിച്ചു, എന്താ? അല്ല ഇവിടെ ഷെറിനെ വിളിക്കുക. അന്നൊരു കാര്യം ചെയ്യുക, എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്ക് എന്നും പറഞ്ഞ് ആ ഫോൺ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ആ ഫോണിൽ നിന്ന് വിളിക്കണം. ആ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേ തലയ്ക്കൽ ഒരു പുരുഷനാണ് കോൾ എടുക്കുന്നത്. ഹലോ ആരാ എന്നൊക്കെ ചോദിച്ചു. അല്ല ഷെറിനൊന്ന് കോള് കൊടുക്കാവോ? ഷെറിന് നല്ല സുഖമില്ല. അല്ല എങ്കിൽ പിന്നെ ആർട്സ് ചേച്ചിക്ക് കൊടുത്താലും മതി. അല്ല നിങ്ങളാരാ? ഞാൻ രേവതിക്കുട്ടിയാ. വെച്ചിട്ട് പോയിക്കോ, ഓരോ മാരണങ്ങളൊക്കെ വിളിച്ചോട്ട് വന്നോളും. നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? അതും പറഞ്ഞിട്ട് അങ്ങേ തലയ്ക്ക് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ദുഷ്ടൻ, ഫോൺ കട്ട് ചെയ്തെന്ന് പറയാം. മാമച്ചൻ പറഞ്ഞു, അവരെങ്ങും കോൾ എടുത്ത് സംസാരിക്കാനൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ നീ വിളിച്ച് മെനക്കിടുന്നേ? രേവതിക്കുട്ടി അങ്ങോട്ട് തോറ്റു പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. രേവതിക്കുട്ടി പറഞ്ഞു, അങ്കിളിനോട് ആര് പറഞ്ഞു സംസാരിക്കില്ലെന്ന്? ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കും. ഗ്രേസം പറഞ്ഞു, അതൊക്കെ വല്ലതും നടക്കുമോ രേവതിക്കുട്ടി? നടക്കുന്നേ, നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞേ. മാമച്ചൻ പറഞ്ഞു, ഇവള് വെറുതെ പുളുവടിക്കുന്ന ഗ്രേസമ്മേ, ഇവളെ കൊണ്ടൊന്നും സാധിക്കില്ല. പിന്നെ സാധിക്കില്ല പോലും. അന്നെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം. ഉറപ്പായിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന ഷെറിൻ ചേച്ചിയോടും അതുപോലെ ആൻസ് ചേച്ചിയോടും ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കും. എന്ത് കാര്യങ്ങൾ? അല്ല ഷെറിൻ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നോന്നും അതിനുശേഷം പ്രസവിച്ച കുഞ്ഞിനെ എന്ത് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞിരിക്കും ഈ 1 മാസത്തിനുള്ളിൽ തന്നെ. മാമച്ചൻ ചോദിച്ചു, ബെറ്റാണോ? ആ ബെറ്റ് തന്നെ വെച്ചോ. അല്ല ഞാൻ ഈ ബെറ്റ് വെച്ച് ജയിച്ച അങ്കിൾ എനിക്ക് എന്ത് തരും? നീ പറഞ്ഞോ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ല ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നിന്നെ ജോസൂട്ടിയെ കൊണ്ട് കെട്ടിക്കാം. അയ്യേ, എനിക്കൊരു ജോസൂട്ടി മമ്മൂട്ടിയൊന്നും വേണ്ട. ഈ അങ്കിളിന് വേറെ പണിയൊന്നുമില്ലേ? എടീ നല്ലൊരു കാര്യമല്ല ഞാൻ പറഞ്ഞേ. ബെറ്റ് ജയിക്കുവാണെങ്കിൽ നല്ലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ തലയിലേക്ക് കയറില്ലേ? ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കത് വേണ്ട, ഞാൻ പറയുന്ന കാര്യം സാധിച്ചു തരുമോ? എന്ത്? എന്നെ ഡിഗ്രിക്ക് പഠിക്കാൻ വിടുവോ? ഡിഗ്രിക്ക് പഠിക്കാൻ വിടാനോ? അല്ല പുറത്തൊന്നും വിടണ്ട, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം. ഒരു നിമിഷം ആലോചിച്ചിട്ട് മാമച്ചൻ പറഞ്ഞു, ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല ഇനി നീ ഗ്രേസമ്മയോടും കൂടെ ചോദിക്കുക, ഗ്രേസമ്മയും കൂടെ സമ്മതിക്കണമല്ലോ. ഗ്രേസമ്മ ഇങ്ങനെ ആലോചിച്ചു, അല്ല നിന്നെ ഡിഗ്രിക്ക് പഠിപ്പിക്കണോ അല്ലേ? അല്ല ഗ്രേസമ്മാൻ്റെ അല്ലേ പറയണേ, ഞാൻ സ്വന്തം മോളാന്ന്, സ്വന്തം മോളെ പോലെയൊക്കെയാന്നൊക്കെ. എന്നിട്ടോ ശരി സമ്മതിച്ചു തന്നിരിക്കുന്നു. അല്ല നീ ഇത് എവിടെ നിന്ന് പഠിക്കും എന്ന് മാമച്ചൻ ചോദിച്ചു. അത് പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം, ഇതെൻ്റെ വീടും കൂടെ അല്ലേ. ഗ്രേസമ്മോ കേട്ടോ, ഇത് ഇവളുടെ വീടും കൂടെ ആന്ന്. അത് കേട്ടപ്പോൾ ഗ്രേസമ്മ ചിരിച്ചു. അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു, അല്ല നീ ബെറ്റ് വെച്ചല്ലോ, ഇനിയിപ്പോൾ ബെറ്റ് നീ തോറ്റു പോയാലോ? അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് രേവതിക്കുട്ടി പറഞ്ഞു, തോറ്റുപോയാൽ ഇപ്പം എന്താ ചെയ്യുന്നേ? തോറ്റുപോയാൽ എന്താണെന്ന് വെച്ചാൽ അങ്കിള് പറ. തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ട. അത് വേണ്ട, അങ്ങനെയല്ല. തോറ്റുപോയി നിന്നെ ജോസൂട്ടിയെ കൊണ്ട് ഞാൻ കെട്ടിക്കും. വീണ്ടും വന്നു ഇതേ ജോസൂട്ടി. വേണ്ട, ഈ അങ്കിളിന് ഇത് എന്താ? ആഹാ, നീ പറഞ്ഞ കാര്യം ഞങ്ങൾ സമ്മതിച്ചില്ലേ, അപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതിക്കാൻ മേലേ? രേവതിക്കുട്ടി ഗ്രേസമ്മയോട് പറഞ്ഞു, ആൻറ്റി കണ്ടില്ലേ ഈ അങ്കിള് പറയണേ, അതെ നിനക്ക് ബെറ്റ് ജയിക്കുമെന്ന് ഉറപ്പില്ലേ? ഉറപ്പുണ്ട്. എന്നാൽ പിന്നെ നീ ഞങ്ങളുടെ ബെറ്റ് വെച്ചോ. പിന്നെ ജോസൂട്ടിയെ കൊണ്ട് കെട്ടിക്കാൻ പറ്റില്ലല്ലോ. ഈ 1 മാസത്തിനുള്ളിൽ നീ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ജോസൂട്ടിയുടെ മുന്നിൽ തല കുനിച്ച് വരേണ്ട കാര്യമില്ലല്ലോ നിനക്ക്, തല കുനിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. നീ അങ്ങോട്ട് ബെറ്റ് വെക്കടി വേണേ, നീ എന്തിനാ പേടിച്ചിരിക്കുന്നേ? ഒടുവിൽ മാമച്ചനായിട്ട് ബെറ്റ് വെച്ചു. ശരി അങ്കിളെ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ബെറ്റ് തോറ്റുപോയാൽ ജോസൂട്ടിയായിട്ട് എൻ്റെ കല്യാണം അങ്ങ് നടത്തിക്കോളാൻ പറഞ്ഞു. ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയാ രേവതിക്കുട്ടി. ആ സമയം മാമച്ചൻ പറഞ്ഞു, കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല നിന്റെ മനസ്സിൽ എന്താ ഐഡിയ? 1 മാസത്തിനുള്ളിൽ നീ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നീ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെയല്ല, എനിക്ക് പല കാര്യങ്ങളും അറിയാം. എന്ത്? അതൊക്കെ ഉണ്ട്. ഗ്രേസം പറഞ്ഞു, നിനക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് പറ. അതെ ഈ ഷെറിൻ ചേച്ചിയെ ഗർഭിണിയായിരുന്നു, ഷെറിൻ ചേച്ചി പ്രസവിച്ചു. എടി അതൊക്കെ പിന്നെ അറിയാവുന്ന കാര്യമല്ലേ. അത് ചിലപ്പോൾ ആ വീട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും. പ്രസവിച്ചതോ? അല്ല ഗർഭിണിയാന്നുള്ള കാര്യം അതെങ്ങനെ ശരിയാവും? എടി വയറ് വലുതായി വരുമ്പോൾ വീട്ടുകാരൊക്കെ അറിയില്ലേ? എൻ്റെ ആൻറ്റി ആ ഷെറിൻ ചേച്ചി ഹോസ്റ്റൽ എങ്ങണ്ടല്ലായിരുന്നു നിൽക്കുന്നേ. ചിലപ്പോൾ 5-6 മാസത്തേക്ക് വീട്ടിലേക്ക് വന്ന് കാണത്തില്ല. പ്രഗ്നൻ്റ് ആണെന്ന് വീട്ടുകാർ അറിയുമെന്ന് ഓർത്തിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ വന്നു പോകും. ഒരു ദിവസം നിന്നിട്ട് അങ്ങോട്ട് പോകും.
ഇന്നത്തെ കാലത്ത് വയറ് വലിച്ചു മുറുക്കി കെട്ടാനൊക്കെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വീട്ടുകാരെ അറിയിക്കാതെ കൊണ്ടുനടന്ന് കാണും. എടി എന്നാലും 10 മാസം വരെ അങ്ങനെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞ അത്രയും നാളും കൊണ്ടു നടന്ന്? ഒരു 7-8 മാസം വരെയൊക്കെ അങ്ങനെ പോയി കാണും. പിന്നീട് വീട്ടുകാർ കണ്ടുപിടിച്ച് കാണും. എന്നിട്ടോ അയ്യോ, വീട്ടുകാരെ കണ്ടുപിടിച്ചാലും വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? 7 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണെന്നാ പറയണേ. ഈ കണക്കിന് നീ പറയുന്നത് കേട്ടാ തോന്നൂലോ നിനക്ക് കുറെ അനുഭവങ്ങളുണ്ടല്ലോ എന്ന്. എൻ്റെ രേവതിക്കുട്ടി നിന്നെ സമ്മതിച്ച് തന്നിരിക്കുന്നല്ലോ. അല്ല, നിനക്ക് എവിടുന്നാ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായതാ? അതിന് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായതാ. ഞാൻ ഇതിനെക്കുറിച്ചൊരു പഠനം തന്നെ നടത്തിയായിരുന്നു. ഗ്രേസമ്മ മാമച്ചനോട് പറഞ്ഞു, മാമച്ച സൂക്ഷിച്ചോ, മിക്കവാറും ഇവിടെ നമ്മളെ ഗൂഗിളിനെ ചിലപ്പോൾ വിറ്റ് കളയും. നല്ല കാശ് തരുമെന്ന് പറഞ്ഞാൽ വിൽക്കും, അതുപോലത്തെ ഒരു മുതലാന്ന് പറഞ്ഞു. ആ സമയം മാമച്ചൻ പറഞ്ഞു, ശരി ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താ? അല്ല, അപ്പം ഷെറിൻ ചേച്ചിക്ക് എന്തേലും പ്രശ്നം ഉണ്ടാകുന്ന കണ്ട അവർ പിന്നെ ഇതിൽ നിന്ന് പിന്മാറുമല്ലോ. ഒടുവിൽ ഷെറിൻ ചേച്ചി പ്രസവിച്ചു കന്യാകുമാരി വെച്ച്. കന്യാകുമാരിയിലോ? ഓ, അത് ഞാനൊരു പഞ്ചിന് പറഞ്ഞാ. വേറെ എവിടെയെങ്കിലും വെച്ച് ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ചിലപ്പോൾ ഷെറിൻ ചേച്ചിയുടെ അമ്മയോ അല്ലെങ്കിൽ കസൻ ആരെങ്കിലും കൂടെ നിന്ന് കാണും, അവർക്ക് മാത്രം അറിയത്തുള്ളായിരിക്കും. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ഓർഫനേജിൽ കുഞ്ഞിനെ കൊടുത്തു കാണുമായിരിക്കും. അതോ അവർ വേറെന്തെങ്കിലും ചെയ്തൊന്നും അറിയത്തില്ല. അല്ല, ബാക്കി എന്താ? അതിന് ബാക്കിയുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ ആലോചിച്ച് വരുന്നുള്ളൂ, സമയം എന്താ? അതിൻ്റെ ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഗ്രേസമ്മയും മാമച്ചനും അന്തം വിട്ടിരിക്കുക. രേവതിക്കുട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അതേസമയം ഹോസ്പിറ്റൽ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ഡോക്ടർ റൗൺസിന് വന്ന് പരിശോധിക്കുന്ന സമയത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് ബാലേന്ദ്രൻ, ഓക്കെ ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ. അല്ല, വീട്ടിലൊക്കെ പോകണ്ടേ? ഓ, എനിക്ക് ഇവിടെ കിടന്നാൽ മതി, നല്ല മനസ്സമാധാനമുണ്ട്. സാധാരണഗതി എല്ലാവരും വീട്ടിൽ പോകണമെന്നാണല്ലോ പറയണേ. തനിക്കിത് എന്ത് പറ്റി? വീടിനേക്കാളും നല്ലൊരു അന്തരീക്ഷം എനിക്ക് തോന്നി ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ഡോക്ടറെ. വീട്ടിൽ പോകാനൊന്നും അങ്ങനെ തോന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഇത് ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയണേ. അല്ല, മനസ്സിനെ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. സ്ട്രെസ് സ്ട്രെയിനൊന്നും പാടില്ല. അറിയാലോ, അറ്റാക്ക് വന്നാ എൻ്റെ ഡോക്ടറെ അങ്ങനെ വേണ്ട നമ്മൾ ആലോചിക്കും. സ്ട്രെസ്സൊന്നും വേണ്ടാന്നൊക്കെ ആലോചിക്കും. എന്ത് ചെയ്യാൻ പറ്റും? മനസ്സല്ലേ, ഓരോന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് പല കാര്യങ്ങളും ബാലേന്ദ്രൻ്റെ മനസ്സിലേക്ക് വരുവാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ രേവതിക്കുട്ടിയുടെ കാര്യം മനസ്സിലാലോചിക്കുക. അതെ, ചേച്ചി എന്തിനാ മടിച്ചിരിക്കുന്നത്? ചേച്ചി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ആ പെണ്ണുപിള്ളയോട്. 22 വർഷം മുമ്പ് നിങ്ങൾ എന്നെ പെറ്റുപേക്ഷിച്ചാന്നുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അത് മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാ ബാലേന്ദ്രൻ്റെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഭാരതിയൊക്കെ പറഞ്ഞത്, 22 വർഷം കൊണ്ട് തേഞ്ഞു മാഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ അതിനെ ജീർണിച്ച് ആ ഒരു കാര്യത്തെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന കാര്യമുണ്ടോ? അതൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സിൽ കൂടെ പോവുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല ഡോക്ടറെ. എടോ, മറക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് മറക്കണം. അല്ലെ, താനിപ്പം ചിന്തിച്ചിട്ടോ തനിക്ക് ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന്? ഇല്ല. താനൊന്ന് ആലോചിച്ച് നോക്കിയേ, തനിക്ക് അസുഖം വരുമ്പോൾ മാലാഹയെ പോലൊരു പെൺകുട്ടി തൻ്റെ അരിയിലേക്ക് ഓടി വരുന്നു തന്നെ രക്ഷിക്കാനായിട്ട്. CPR തൻ്റെ ഹൃദയം നിലച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയായിരുന്നു. ഒരു 10 സെക്കൻഡ് ഹൃദയം നിലച്ചു പോയാൽ തീർന്നു. ആ സമയത്ത് തനിക്ക് CPR നിന്ന് തൻ്റെ ഹൃദയത്തെ വീണ്ടും ജീവിപ്പിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അലീനയെക്കുറിച്ചാണ് ഡോക്ടർ അത് പറഞ്ഞത്. അതൊക്കെ ശരിക്കും തൻ്റെ ഭാഗ്യമാണ്. തനിക്ക് ദൈവകൃപ ഉണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇപ്പം താൻ ഭൂമിക്ക് മീതെ കാണണ്ടല്ല. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ബാലേന്ദ്രനൊന്നും മിണ്ടിയില്ല. ഡോക്ടർ പറഞ്ഞു, ഇന്ന് നല്ല സന്തോഷമായിട്ടിരിക്കുക. ഉള്ള സമയം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം. അല്ലാതെ നമ്മൾ കുറേ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ തലയിൽ കയറ്റി വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഡോക്ടർ വലിയൊരു ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതേസമയം വല്ലാത്ത ടെൻഷനായിരുന്നു വൈജയന്തിക്കാണെങ്കിൽ ബാലേന്ദ്രനെ കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ലോ. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം അലീന രാവിലെ മുറ്റമടിക്കാണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന പത്രം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും വൈജയന്തി വന്ന് പത്രം അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പോഴേക്കും അലീന ചോദിച്ചു, എന്താ മാടേ കാണിക്കണേ? മാഡത്തിന് ചോദിച്ചാൽ മതി, ഞാൻ അങ്ങ് തരത്തില്ലേ. ഓ, നീ അതിനകത്ത് എന്തുമാത്രം ഇത് എന്നാ കാണാനായിട്ടാ? അതിന് കാണാനായിട്ട് എന്തേലും ഉണ്ടോ? അതിനകത്ത് എന്തേലും പുഴുങ്ങി വെച്ചിട്ടുണ്ടോ? അലീന പറഞ്ഞു, മാഡം എന്താ ഒരുമാതിരി സംസ്കാരം ഇല്ലാത്തവരെ പോലെ. ഓ, നിനക്കാണല്ലോ സംസ്കാരം കൂടുതലുള്ളത്. നീ ആരാന്ന് എൻ്റെ വിചാരം? കണ്ട അലവലാതി സ്ത്രീകളൊക്കെ എവിടെയോ പോയി ഗർഭിണിയായി പ്രസവിച്ച് ഏതോ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയിട്ട് പോയവളല്ലേ നീ? എന്നിട്ട് നീ എന്നെക്കുറിച്ച് സംസ്കാരം പഠിപ്പിക്കുന്നോ? ഇത് കേട്ടതും അലീനയ്ക്ക് നല്ല ദേഷ്യം വന്നു. അലീന വൈജയന്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അല്ല, അങ്ങനെ പിഴച്ച് പ്രസവിക്കുന്നവരൊക്കെ സംസ്കാരം ഇല്ലാത്തവരാന്ന് മാഡത്തിന് നന്നായിട്ട് അറിയാല്ലേ?
ആന്താടി നീ ഇപ്പം എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ? മാഡം ആലോചിച്ച് നോക്ക്, നീ എന്ത് ഉദ്ദേശത്തിലാ ചോദിച്ചേ? എല്ലാ ഉദ്ദേശത്തിലും തന്നെയാ. മാഡത്തിന് മനസ്സിലാവും. സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഉത്തരം കിട്ടാവുന്നുള്ളൂ. അത് കേട്ടപ്പോൾ കർണത്തടി വേറ്റകളെ പോയി വൈജയന്തിക്ക്. അപ്പോഴേക്കും വർമ്മ ഡോക്ടറുടെ നടക്കാൻ പോയിട്ട് വരുവാണ്. ആ അലീന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, റിങ്കു എന്തിയേ? റിങ്കുവിനെ കൊണ്ടുവന്നില്ല. ചില തെരുവ് നായകളുണ്ടെന്നേ, അവരുമായിട്ട് ഭയങ്കര ചങ്ങാത്ത റിങ്കുവിന്, അതുകൊണ്ട് അവനെ കൊണ്ടുവന്നില്ല. അപ്പോഴേക്കാണ് അവിടെ വൈജയന്തി നിൽക്കുന്നതണ്ടേ. വൈജയന്തി വർമ്മേനെ ഒന്ന് നോക്കി. പിന്നീട് അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴത്തേനും വർമ്മ വിളിച്ച്, ആ മിസ്സിസ് മേനോൻ അവിടെ നിന്നേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാ. ഭാഗ്യമോ? ഞാൻ വലിയ ഭാഗ്യദോഷി തന്നെ. അതുകൊണ്ടല്ല, ഇതുപോലൊരു സെർവൻറ്റിനെ കിട്ടിയില്ലേ അലീനയെ പോലുള്ള, അതുകൊണ്ടാണ് പറഞ്ഞേ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തിയുടെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് വൈജയന്തി ചോദിച്ചു, അല്ല ബാലേന്ദ്രനെ എപ്പോഴാണ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നേ? അതൊന്നും പറയാറായിട്ടൊന്നുമില്ല. അല്ല, ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. അയാളുടെ കണ്ടീഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. ഹേർട്ടല്ലേ, നെലിച്ചു പോയാൽ അറിയാലോ. നിങ്ങൾ എന്തിനാ ധൃതിപ്പെടുന്നേ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വൈജയന്തി അലീനയെ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോയി. പിന്നീട് വൈജയന്തി ഹോസ്പിറ്റലിൽ പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ ഹാളിലേക്ക് വന്നു. അപ്പോൾ ഭവിതയുണ്ട് ഹാളിൽ. ആ സമയം കൃഷ്ണമോൾ വന്നിട്ട് പറഞ്ഞു, ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഞാനെങ്ങും വരുന്നില്ല. എന്താ ചേച്ചി? ചേച്ചിയും കൂടെ വാ. ഞാൻ വരുന്നില്ല, നീ വേണേ പോയിട്ട് വാ. അല്ല, ചേച്ചിനും കൂടെ അച്ഛനല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ, ചേച്ചിക്ക് വന്നാൽ എന്താ കുഴപ്പം? അതെ, നിനക്ക് വേണം, നീ അങ്ങോട്ട് പോയാൽ മതി. എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും പറഞ്ഞു കേട്ടല്ലോ. അവൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. ഞാൻ പിന്നെ പോയി കണ്ടോളാം. ഇതെന്നാലും ഇത് എന്തൊരു ദുഷ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോള് അവിടെ ഇരുന്ന് ഫോൺ എടുത്തു. അവിടെ മുത്തശ്ശിട്ട് ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും അലീനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അത് നേരെ വിളിച്ചത് വൈജയനെയാണ്. വൈജയ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ, എനിക്ക് അച്ഛനെ കാണണം. അല്ല, നീ ഒറ്റയ്ക്കോ? ഞാൻ അലീന ചേച്ചിയെ കൂട്ടി വന്നോളാം. വേണ്ട, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണ്ട. എന്നെ കാണിക്കാൻ അവളെ കൊണ്ടുവരുന്നേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ മനുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. അല്ല, അമ്മയ്ക്ക് എന്താ അലീന ചേച്ചി വന്നാൽ കുഴപ്പം? പിന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിരുന്ന പോലും അവളെപ്പോഴൊരു വിഷവിത്തിനെ കൊണ്ടുവരാത്തതിൻ്റെ കുഴപ്പമുള്ളൂ. അതെന്താ അലീന ചേച്ചി ഇപ്പോൾ വിഷമാണോ തുപ്പുന്നേ? ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കൃഷ്ണമോള്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം വൈജയ്ക്ക് ദേഷ്യം വന്നു. നീ ഒന്ന് വെച്ചിട്ട് പോയിക്കേ, മനു ഒന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളെയും കൂട്ടിക്കൊണ്ട് മനുശങ്കർ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, എനിക്ക് അച്ഛനെ കാണണം. വൈജയന്തി പറഞ്ഞു, ഞാൻ ആരെയും കയറി കാണാൻ സമ്മതിക്കുന്നൊന്നുമില്ല, എനിക്കെന്നാലും അച്ഛനെ കാണണം. അപ്പോഴേക്കും നേഴ്സ് വന്നു. നേഴ്സിനോട് പറഞ്ഞു, അതെ മോള അച്ഛനെ കാണണമെന്ന് പറയുമെന്ന് പറഞ്ഞു. ശരി, ഒന്ന് ചോദിച്ചു നോക്കട്ടെ, പേഷ്യൻറ്റിന് സമ്മതം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് ബാലേന്ദ്രനോട് പറഞ്ഞു, സാറിൻ്റെ വൈഫും മോളും കൂടെ കാണാൻ നിൽക്കുന്നുണ്ട് പുറത്ത്, അവരോട് കയറി വരാൻ പറയട്ടെ. സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ അവരെ ആരെ അകത്തേക്ക് വിടാൻ പറ്റില്ല, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഭാര്യയെ ഞാൻ പിന്നെ കണ്ടോളാം, ആദ്യം എൻ്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട് എന്ന് പറയാണ്. അങ്ങനെ വന്നിട്ട് അവർ കാര്യം പറഞ്ഞപ്പോൾ കൃഷ്ണമോള് അകത്തേക്ക് കയറി ചെല്ലാൻ ഒരുങ്ങുവാണ്. വൈജയന്തി ആണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തിൽ പുറത്ത് നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.